ഞാൻ റാണി രജനി, സൈക്കോളജിസ്റ്റാണ്. ഫെബ്രുവരി 14 പ്രണയ ദിനമാണ്. ആർക്കാണ് പ്രണയിക്കാൻ ആഗ്രഹമില്ലാത്തവരെ? പ്രണയം കിട്ടാൻ ആഗ്രഹിക്കാത്തവരാരാണ്? എല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങൾ. പ്രണയം തുറന്നു പറയുന്ന ദിവസം, പ്രണയ പുഷ്പങ്ങൾ കൈമാറുന്ന ദിവസം, പ്രണയ സമ്മാന പൊതികൾ കിട്ടുന്ന ദിവസം, കൊടുക്കുന്ന ദിവസം, പ്രണയിക്കുന്ന ആളിനെ വിശ്വസിച്ച് ഇത്രയും നാള് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ വീട്ടുകാരെ മറന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുന്ന ദിവസം, ഇതെല്ലാം നിത്യവും നമ്മളെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ കാമുകനോ കാമുകിയോ ഒക്കെ നമ്മളെ വല്ലാതെ അങ്ങ് കെയർ ചെയ്യുന്നതായിട്ടൊക്കെ തോന്നാം. നമ്മൾ ഉണ്ടോ, ഉറങ്ങിയോ എന്നൊക്കെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രണയിക്കുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമെന്നാണ്. പഠിക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കാറുണ്ട് പ്രണയം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അധികവും പ്രണയം നമ്മുടെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഇടപെടൽ, അതുപോലെ തന്നെയാണ് മറ്റു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മളെ പ്രണയത്തെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിക്കാം. പ്രണയിക്കുന്ന സമയങ്ങളിൽ കാമുകനോ കാമുകിയോ ഫോൺ ചെയ്യപ്പോൾ കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത വെപ്രാളമാണ്. അവർക്ക് മറ്റെന്തെങ്കിലും പ്രണയങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് സംശയിക്കുന്നു. പിന്നെ നിരന്തരമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ആത്മഹത്യാ ശ്രമങ്ങളും ഉപദേശങ്ങളും ഇതെല്ലാം നിത്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കൂടുതലും നമ്മുടെ കൗമാരക്കാരുടെ ഇടയിലാണ് കാണുന്നത് കൂടുതലുമായിട്ട്. അപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല ഈ കുട്ടികൾ എന്തിനാണ് ഈ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത്. വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ ഈ കൗമാരങ്ങൾ പോകുന്ന സമയത്തായിരിക്കാം വീട്ടുകാരൊരു പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ എടുക്കാറുള്ളത്. ചിലപ്പോൾ വിഷാദമൊക്കെ ഇതിൽ കടന്നു വരാറുണ്ട്. ഈ പ്രണയിക്കുന്ന ആളിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന പണവും സ്വർണവും ഒക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാർ, ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ, കൗമാരക്കാർ, രാത്രികാലങ്ങളിൽ വീടുകളിലേക്ക് വരുന്ന കാമുകന്മാർ, നാട്ടുകാർ ഇതറിഞ്ഞിട്ട് വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് ഇവരൊന്നിച്ച് ജീവിക്കാൻ പുറപ്പെട്ടാൽ തന്നെ അവിടെയും ഉണ്ടാവും പല പ്രശ്നങ്ങളും. വളരെ പ്രണയ പരവേശത്താൽ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മിക്ക ആളുകളും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാമുകി ഈ കാമുകൻ്റെ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി വാശി പിടിക്കും. അപ്പോൾ കാമുകൻ പറയും, എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല, കുറച്ച് നാളുകൾ കഴിയട്ടെ, ഞാൻ നിന്നെ തന്നെ കെട്ടും, നിന്നെ ഞാൻ കൊണ്ടുപോകും എന്നെല്ലാം പറയും. പക്ഷെ കാമുകിക്ക് അത്ര വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ അവനെ കാമുകനെ നിർബന്ധിക്കും, എന്നെ ഇപ്പോൾ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഇപ്പോൾ കൗമാരക്കാരൊക്കെ ആയിട്ടുള്ള ആൺകുട്ടികളൊക്കെ ആവാം, അവർക്ക് പേടി തോന്നും, ഇനി എങ്ങാനും ആത്മഹത്യ ചെയ്താലോ. കാര്യം നേരത്തെ കൈമുറിച്ച കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ടൊന്ന് പേടിക്കും. അവർ തന്നെ റിസ്ക് എടുത്ത് ഈ കുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളായി അവിടെ വീണ്ടും തുടങ്ങും ചേട്ടൻ എന്നോട് സ്നേഹമില്ല എന്നുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ സ്നേഹത്തിനൊരു പക്വത ഒരു പ്രധാന കാര്യമല്ലേ? അതുപോലെ തന്നെ
പ്രണയത്തിൽ ഏർപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന കുടുംബത്തിലുള്ള അച്ഛനും അമ്മയുമൊക്കെ. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ് കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അമ്മമാർ, കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അച്ഛന്മാർ, അവരുടെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക വ്യതകൾ, ഇതൊന്നും ആരും കാണാറില്ല. എന്താ സംഭവിക്കുക? ഇവർ കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പം തോന്നും പ്രണയമൊന്നും അത്ര ഇല്ല എന്ന്. പക്ഷെ നമ്മൾ നമ്മുടെ പ്രായം ചെന്ന അച്ഛൻ്റെയും അമ്മയുടെ അടുത്തും കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്തുമൊക്കെ കാണിക്കുന്ന ഈ സ്നേഹമില്ലായ്മ അവർക്ക് വല്ലാത്ത വേദനകളായിരിക്കാം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പ്രണയം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്.